ഷുഗർ കൂടുമ്പോഴുണ്ടാകുന്ന രോഗലക്ഷണങ്ങളെക്കാൾ ഉപരി ഷുഗർ കുറയുമ്പോൾ വളരെയധികം പ്രയാസങ്ങൾ പലപ്പോഴാണ് അനുഭവിക്കാറുണ്ട്. പല രോഗികളും, പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ, ഷുഗർ കുറയുന്നത് പല ആളുകളും തിരിച്ചറിയാറില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള വിശപ്പ്, അല്ലെങ്കിൽ ഒരു പരവേശം പോലെ, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള വിയർപ്പ്, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ക്ഷീണം, അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ വരുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ തലകറങ്ങി വീഴുന്ന പോലെ അവസ്ഥ, നമുക്ക് തൊണ്ടയിലും ഒക്കെ വെള്ളം വറ്റി വരളുന്ന പോലെയുള്ള രോഗാവസ്ഥ, ഇതൊക്കെയാണ് സാധാരണ ഷുഗർ കുറയുന്ന അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയയുടെ സാധാരണ ലക്ഷണങ്ങളായിട്ട് പരിഗണിക്കാറുള്ളത്. ഇപ്പോൾ സ്ഥിരമായിട്ട് പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആളുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ചിലപ്പോൾ ചില സാഹചര്യത്തിലൊക്കെ ഷുഗർ കുറയുന്ന കാണാറുണ്ട്. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ സമയം വൈകുക, അത്തരം സാഹചര്യങ്ങളിലൊക്കെ ഷുഗർ ഡ്രോപ്പ് വരാറുണ്ട്. അപ്പോൾ അത്തരം ഷുഗറുള്ള ആളുകളാണെങ്കിലോ, അല്ലെങ്കിൽ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ, അല്ലെങ്കിൽ തൊണ്ടയൊക്കെ വറ്റി വരണ്ട് ക്ഷീണിച്ച് പെട്ടെന്ന് തലകറങ്ങി ബോധക്ഷയം വരാവുന്ന ഒരു രോഗാവസ്ഥ പോലെയൊക്കെ ഇത്തരം രോഗാവസ്ഥ ഉണ്ടാകും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് ഷുഗർ കുറയുമ്പോൾ എന്തെങ്കിലും മധുര പാനീയങ്ങളോ, അല്ലെങ്കിൽ ഒരു മധുരമിട്ടൊരു ചായയോ, അല്ലെങ്കിൽ ഒരു മിഠായിയെങ്കിലും അറ്റ്ലീസ്റ്റ് വായിലേക്ക് ആ സമയത്ത് പെട്ടെന്ന് കൊടുക്കുകയോ അല്ലെങ്കിൽ മധുരം നൽകുകയോ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരുടെ ഒരു ഹൈപ്പോഗ്ലൈസീമിയ എന്നുള്ള രോഗാവസ്ഥ കൊണ്ടാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടായതുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ അത് അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്.